ഇന്നത്തെ ഡിഗ്രി വിദ്യാഭ്യാസത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഡിഗ്രി വിദ്യാഭ്യാസം ഗുണമോ ദോഷമോ, അതുകൊണ്ട് ഉപയോഗമുണ്ടോ? വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം എങ്ങനെ ഫലപ്രദമാകുന്നു? ഫലപ്രദമാക്കാൻ എന്ത് ചെയ്യാം? അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞാൽ പലതരം കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, പാരാമെഡിക്കൽ, അഗ്രി, അങ്ങനെ സയൻസ് സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ മറ്റ് ആർട്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ഒക്കെ എടുത്ത കുട്ടികൾ അവരുടെ ഹയർ സ്റ്റഡീസും ഓപ്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും കോളേജിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഞാൻ കാണുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഡിഗ്രിക്ക് കുട്ടികൾ കുറഞ്ഞു ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ്. അതിൽ ബോയ്സിൻ്റെ എണ്ണം തീരെ കുറവ്, ഗേൾസ് കൂടുതലും, ബോയ്സിൻ്റെ എണ്ണം നന്നേ കുറവുമാണ്. അതേസമയം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കിയാൽ സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും ഗവൺമെൻറ്റിലേക്കും ധാരാളം കുട്ടികൾ അങ്ങോട്ട് ആ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത് പോകുന്നുമുണ്ട്. അതായത് ഒരുവിധം പഠിക്കുമെന്നുള്ള ഭേദപ്പെട്ട മാർക്കുള്ള, റാങ്കുള്ള കുട്ടികളെല്ലാം എഞ്ചിനീയറിംഗ്, മെഡിസിൻ, പാരാമെഡിക്കൽ, അലൈഡ് കോഴ്സുകളിലേക്ക് അങ്ങ് പോകും. അത് കഴിഞ്ഞുള്ള കുട്ടികളാണ് സയൻസ് ബാച്ചിലെ, സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ ബാച്ചിലെ കുട്ടികളാണ് ഈ ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകുന്നത്. കുറേ പേരൊക്കെ പോളി അതുപോലുള്ള കോഴ്സുകൾക്കും പോകും. അപ്പോൾ ഈ ഡിഗ്രി കോഴ്സ് 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 4 വർഷം ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആക്കിയിട്ടുണ്ട്. ഈ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിയുമ്പോൾ BSc, BA, BSc, BCom ഡിഗ്രികളാകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഹയർ സ്റ്റഡീസ്, PGക്ക് പോകാം, റിസർച്ച് ചെയ്യാം. ഒന്നുകിൽ കോളേജ് അധ്യാപകരോ അല്ലെങ്കിൽ റിസർച്ച് പേഴ്സണാലിറ്റീസ് ആയിട്ടോ റിസർച്ച് വിങ്ങിലേക്കോ പോകാം. പിന്നെ ഉള്ളത് നമ്മുടെ PSC പരീക്ഷകൾ എഴുതി കേരള PSC വഴി കേരളത്തിലെ ജോലികൾ കിട്ടുക, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് CGL അല്ലെങ്കിൽ SSC ഒക്കെ എഴുതി അവിടുത്തെ ജോലികൾ, സെൻട്രൽ ഗവൺമെൻറ് ജോലികളിലേക്ക് ചേക്കേറുക. ഇതൊക്കെയാണ് PG വിദ്യാർത്ഥികൾ, അല്ല ഡിഗ്രി പഠിക്കുന്നതുകൊണ്ടുള്ള, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലുള്ള സാധ്യതകൾ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, പോസ്റ്റിങ്സ് കുറഞ്ഞു വരുന്നു. അത് കേരള PSC ആണെങ്കിലും സെൻട്രലിലാണെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറച്ച് വരുന്നത് കൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെ ക്ഷാമം. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ. അങ്ങനെ ഒരുപാട് പേർക്കും ജോലി ഇല്ലാത്ത, അതായത് PSCയിലോ സെൻട്രൽ PSCയിലോ UPSCയിലോ അങ്ങനെ ഒരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി കിട്ടാത്ത അവസ്ഥയിലേക്ക് ധാരാളം പേരും നീങ്ങിപ്പോകുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ PSUകളും ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി അവിടെ വേണ്ടി വരും. അപ്പം നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ PSCയിൽ പോസ്റ്റിംഗ് കിട്ടാൻ അത്രയും അഗ്രഗണ്യർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അപ്പം നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി നമുക്ക് പഠിച്ചെടുക്കാം. അത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകർ വഴി, അവരുടെ കരിയർ ഗൈഡൻസ് സെല്ലുണ്ട് കോളേജുകളിൽ, അവിടം വഴി അവരവർ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് തുടർ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ കരിയർ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഏതൊക്കെയാണെന്നുള്ളത് അവരവരുടെ അധ്യാപകർക്ക് തിരഞ്ഞെടുത്ത് ലിസ്റ്റ് കൊടുക്കാൻ കഴിയും. ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ട് എന്തൊക്കെ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് സ്വായത്തമാക്കാൻ പറ്റും, അതായത് ഒരു ജോലി കിട്ടാൻ എവിടെങ്കിലും
കേരളത്തിനകത്തോ ഇന്ത്യയിലോ വിദേശത്തോ ഒരു ജോലി കിട്ടാൻ പാകത്തിന് ഏത് കോഴ്സ് കൂടി തുടർന്ന് പഠിക്കണം എന്നുള്ള ഒരു കരിയർ പ്രോഗ്രാം, കരിയർ ഗൈഡൻസ് നമ്മുടെ കോളേജുകളിലുണ്ട്. അല്ലെങ്കിൽ പുറത്ത് അതിൻ്റെ എക്സ്പേർട്ടുകളുണ്ട്. ആരെയെങ്കിലും സമീപിച്ച് ആ ഒരു കോഴ്സ് കൂടി, മിക്കവാറും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിരിക്കാം, അല്ലെങ്കിൽ ടെക്നോളജി അധിഷ്ഠിതമായിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് കൂടി നമ്മൾ സ്വായത്തമാക്കിയാൽ ഒന്നുകിൽ സ്വയം തൊഴിൽ കണ്ടെത്താം, അല്ലെങ്കിൽ ഒരു സംരംഭകനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിലോ PSUവിലോ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂവിൽ പാസ്സായി നമുക്കൊരു ജോലി കിട്ടാം. ഇല്ലെങ്കിൽ ആ പഠിച്ചിരിക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സിൻ്റെ ബലത്തിൽ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഒരു ജോലിക്ക് നമ്മൾ നിപുണത നേടിയിരിക്കും. വെറും ഒരു ഡിഗ്രി മാത്രം കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലി കിട്ടില്ല. ഇനി ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് PG പഠിക്കുന്നവർക്ക് PG മാത്രം പോരാ, കോളേജുകളിൽ അധ്യാപകരായിട്ട് ജോലി കിട്ടാനോ പിന്നെയും കോഴ്സുകൾ പാസ്സാകേണ്ടതുണ്ട്. നെറ്റും സെറ്റും അങ്ങനെയൊക്കെ പലതരം കോഴ്സുകൾ വീണ്ടും പാസ്സാകേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് കോളേജ് ലെവലിൽ തന്നെ അറിയാൻ കഴിയും. അത് കോളേജുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ കോഴ്സുകൾ തുടർന്നുണ്ടെന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അതൊക്കെ അറിയാം. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഡിഗ്രി നല്ല മെറിറ്റോടുകൂടി പാസ്സാകണം. കൂടാതെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടി പഠിച്ചിരിക്കണം. എന്നാലേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊരു ജോലി സമ്പാദിക്കാൻ കഴിയത്തുള്ളൂ. ഒരു സ്ഥിര വരുമാനത്തിന്, നമ്മുടെ നിലനിൽപ്പിന് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു അധിഷ്ഠിതമായ ഒരു കോഴ്സ് കൂടി നമ്മൾ പഠിച്ചെടുത്തിരിക്കണം. ഇനി ഡിഗ്രിക്ക് പഠിക്കാതിരുന്നാലോ? ഡിഗ്രിക്ക് ആരും പഠിക്കുന്നില്ല, എല്ലാവരും എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മറ്റു കോഴ്സുകളിലേക്ക് അങ്ങ് തിരിഞ്ഞു പോയാലോ? നമ്മുടെ കേരളത്തിലെയും കേന്ദ്ര ഗവൺമെൻറ്റിലെയും സിവിൽ മേഖലയിലേക്ക് ആര് ഉദ്യോഗസ്ഥരെ കിട്ടും? ആ ഉദ്യോഗസ്ഥരെല്ലാം വരുന്നത് നമ്മുടെ PSCയും അതുപോലെ UPSC പോസ്റ്റിംഗ് വഴിയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഡിഗ്രി പഠിക്കാതിരുന്നാലും പറ്റില്ല. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ PSCയും അത് മിനിമം ക്വാളിഫിക്കേഷനായിട്ട് വരും. PSCയും അതുപോലെ UPSC സെൻട്രൽ ഗവൺമെൻറ് ജോലികളും കിട്ടണമെങ്കിൽ ഡിഗ്രി ഉള്ളവരും വേണം. അപ്പോൾ ഡിഗ്രിയും വേണം. ഡിഗ്രിയോടൊപ്പം എന്തെങ്കിലും ഒരു കോഴ്സും പഠിച്ചിരുന്നാൽ ധൈര്യമായിട്ട് നമുക്ക് ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പാക്കാം. ഡിഗ്രി മാത്രമായി പോയാൽ PSCയോ UPSCയോ പരീക്ഷ എഴുതി ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ കാര്യം കഷ്ടമായി പോകും. കാരണം അതിലൊരു ജോബ് സ്കിൽ അതിനകത്ത് വരുന്നില്ല. ഡിഗ്രി, ഇന്നത്തെ മാതൃകയിലുള്ള ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ ഒരു ജോബ് സ്കിൽ അതിന് നമ്മൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു തൊഴിൽ അധിഷ്ഠിതമായിട്ടൊരു വിദ്യാഭ്യാസം ഇന്നത്തെ ഡിഗ്രി ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അത് കേരള PSCയും സെൻട്രൽ UPSCയും എഴുതാനുള്ള കോഴ്സുകളായിട്ട് ബേസിക് ഡിഗ്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടെന്ന് പറയുന്നത് വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അതിൽ കുറേ പേർക്ക് കിട്ടും. കിട്ടാതായി പോകുന്നവർക്ക് പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്താണ്? നമ്മളൊരു ടെക്നിക്കലായിട്ട് ഒരു സൈഡ് വൈസ് ആയിട്ട് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടി പഠിച്ചെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി കണ്ടെത്താൻ കഴിയും. തൊഴിലധിഷ്ഠിത കോഴ്സുകളെ പറ്റിയുള്ള ധാരണ നമ്മുടെ കോളേജുകളിൽ നിന്ന്, കരിയർ ഗൈഡൻസ് സെല്ലിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ പൊതുധാരയിൽ നിന്ന് നമ്മളതും കണ്ടുപിടിച്ചെടുക്കണം. നാം പഠിച്ചിരിക്കുന്ന ഡിഗ്രി സബ്ജക്റ്റിനോട് ഒപ്പം അത് ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് തുടർന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന തൊഴിലധിഷ്ഠിത കോഴ്സ് ഏത്? അതുപോലെ കമ്പ്യൂട്ടറും പരിജ്ഞാനവും കമ്പൽസറിയാണ്. അങ്ങനെ ഡിഗ്രി പഠിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലേ, ഞാൻ പാഴായി പോയേ, അല്ലെങ്കിൽ എൻ്റെ ഭാവി തകർന്നു പോയേ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിനും പോംവഴിയുണ്ട്. നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങൾ ഡിഗ്രി പഠിച്ചവരാണോ?
ഡിഗ്രി പഠിച്ചിട്ട് ജോലി കിട്ടിയോ? ഡിഗ്രി പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ദോഷം വന്നോ? ജോലി കിട്ടാതായോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഒരു കരിയർ അധിഷ്ഠിത കോഴ്സ് കൂടെ പഠിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ നമുക്ക് പ്രൈവറ്റ് ആയിട്ടെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.